മക്കളോ ഭർത്താവോ വീടിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയാൽ പിന്നെ തിരിച്ചെത്തും വരെ ചങ്കിടിപ്പോടെ കാത്തിരിക്കുന്നവർ നമ്മുടെ വീടുകളിലും ഉണ്ടാവും. സന്ധ്യ മയങ്ങിയാൽ പിന്നെ ആ ചങ്കിടിപ്പിന് വേഗം കൂടും. അതിൻ്റെയൊക്കെ 10 മടങ്ങ് വേദനയിലായിരുന്നു കഴിഞ്ഞ 46 മണിക്കൂറോളം മെൽഹി എന്ന പാവം അമ്മ സ്വന്തം മകൻ ജീവനോടെ ആ മാലിന്യ കൂമ്പാരത്തിന് നടുവിൽ നിന്നും പൊങ്ങി വരുന്നത് കാത്തിരുന്നത്. തുരങ്കത്തിലെവിടെയെങ്കിലും ഒരിറ്റ് ശ്വാസം കിട്ടുന്നിടത്ത് അവൻ സുരക്ഷിതനായി നിൽപ്പുണ്ടാകുമെന്ന പ്രതീക്ഷയായിരുന്നു ആ അമ്മയ്ക്ക്. അവർക്കു മാത്രമല്ല, ജോയ് തിരിച്ചെത്തുന്നത് കാത്ത് മലയാളികൾ മുഴുവൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചെന്ന വാർത്തയായിരുന്നു ഇന്ന് രാവിലെ 9 മണിയോടെ മലയാളി മനസ്സുകളെ തേടിയെത്തിയത്. പതിവ് പോലെ അമ്മ എന്ന് നീട്ടി വിളിച്ച് ചിരിച്ച മുഖവുമായി ജോയ് വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു കഴിഞ്ഞ 3 ദിവസവും മാരായമുട്ടത്തെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ആ വീട്ടിൽ അമ്മ മെൽഹി കാത്തിരുന്നത്. മനസമാധാനം നഷ്ടപ്പെട്ടതോടെ ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ പോയിട്ട് ഒരിറ്റു വെള്ളം പോലും കുടിക്കാൻ സാധിക്കാതെയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകൾ ആ അമ്മ തള്ളി നീക്കിയത്. ഇന്നലെ രാത്രി ഒരു പോള കണ്ണടയ്ക്കാൻ സാധിക്കാതിരുന്നതോടെയാണ് രാവിലെ തന്നെ സമീപത്തെ പള്ളിയിലേക്ക് പോയത്. അവിടെ ചെന്ന് കണ്ണടച്ചുള്ള പ്രാർത്ഥനയ്ക്കിടെയാണ് 9:45 മരണവിവരം മെൽഹിയെ ബന്ധുക്കൾ അറിയിച്ചത്. പിന്നെ ഏക ആശ്രയമായ മകനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലും നടുക്കത്തിലും തളർന്നു പോവുകയായിരുന്നു മെൽഹി. മകന് അപകടമൊന്നും പറ്റിയിട്ടുണ്ടാകില്ല എന്നും രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നും പ്രതീക്ഷിച്ചായിരുന്നു മെൽഹിയുടെ കാത്തിരിപ്പും പ്രാർത്ഥനയും. ജോയ് ഇനി മടങ്ങി വരില്ലെന്ന് വിശ്വസിക്കുവാൻ അമ്മയ്ക്കോ ജോയിയെ അടുത്തറിയാവുന്നവർക്കോ ഇനിയും കഴിഞ്ഞിട്ടില്ല. അമ്മയോട് യാത്ര പറഞ്ഞാണ് ശനിയാഴ്ച രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്നും ജോലിക്കായി ജോയ് ഇറങ്ങിയത്. ദിവസക്കൂലിക്കാരനായ ജോയ് ഏത് ജോലിക്ക് ആര് വിളിച്ചാലും പോകുമായിരുന്നു. ജോലിയില്ലാത്ത ദിവസങ്ങളിൽ ആക്രി പെറുക്കി വിൽക്കും. കയറിക്കിടക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീട് പോലും ഈ കുടുംബത്തിലില്ല. കരുത്തനായ ജോയ് മടങ്ങി വരുമെന്ന പ്രതീക്ഷയായിരുന്നു അയൽവാസികൾക്കും ഉണ്ടായിരുന്നത്. എന്നാൽ എല്ലാ പ്രതീക്ഷകളും അവസാനിപ്പിച്ച് ഇന്ന് രാവിലെ 9 മണിയോടെയാണ് ആമയിഴഞ്ചാൻ കനാലിൽ ജോയിയുടെ മൃതദേഹം പൊന്തിയത്. ജോയിയുടെ സഹോദരനും സഹോദരൻ്റെ മകനും ഒപ്പം ജോലി ചെയ്തവരും മെഡിക്കൽ കോളേജ് മോർച്ചറിയിലെത്തിയാണ് ജോയിയെ തിരിച്ചറിഞ്ഞത്. രാവിലെ ഉപ്പിടാമൂട് പാലത്തിന് സമീപമുള്ള ഇരുമ്പ് പാലത്തിനരികിലാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത്. അഴുകിയ നിലയിലായതിനാൽ മൃതദേഹം തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. റെയിൽവേയിൽ നിന്നും വെള്ളം ഒഴുകിയെത്തുന്ന സ്ഥലത്തായിരുന്നു ജോയിയുടെ മൃതദേഹം പൊന്തിയത്. ജോയിയെ കാണാതായി 46 മണിക്കൂറിന് ശേഷമായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. നഗരസഭ ആരോഗ്യ വിഭാഗത്തിലെ താൽക്കാലിക ഉദ്യോഗസ്ഥരാണ് മൃതദേഹം ഒഴുകിപ്പോകുന്നത് രാവിലെ കണ്ടത്. തുടർന്ന് മൃതദേഹം കരയ്ക്കെത്തിച്ച് മറ്റു നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി മോർച്ചറിയിൽ എത്തിക്കുകയായിരുന്നു. അവിടെ എത്തിയ മേയർ ആര്യ രാജേന്ദ്രൻ ജോയിയെ രക്ഷിക്കാൻ സാധിക്കാതെ വന്നതിൽ പൊട്ടിക്കരയുന്ന കാഴ്ചയ്ക്കും അവിടെ എത്തിയവർ സാക്ഷികളായി. അതേസമയം ആമയിഴഞ്ചാൻ തോടിൽ മാലിന്യങ്ങൾ കുന്നുകൂടിയതിന് പിന്നാലെ കോർപ്പറേഷനെതിരെ വൻതോതിൽ വിമർശനങ്ങൾ ഉയരുകയാണ്. ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെയും സമൂഹ മാധ്യമങ്ങളിലടക്കം വിമർശനങ്ങൾ വരുന്നുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.